നമസ്തേ. ഈ വരുന്ന മാർച്ച് 29, അതായത് മീനം 15, ശനിമാറ്റം രാത്രി 10 മണിക്ക് ശേഷം നടക്കുകയാണ്. ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് കുംഭം രാശിയിലാണ്. അത് മീനം രാശിയിലേക്ക് മാർച്ച് 29, അതായത് മീനം 15 രാത്രി മാറും. അപ്പോൾ നേരത്തെ ഞാൻ അഷ്ടമശനി അനുഭവിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ ഈ മാർച്ച് 29 ശേഷം അഷ്ടമശനി അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാരുടെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ കേൾക്കുക, ചിങ്ങക്കൂറുകാരെ. ഇന്നിനി കണ്ടകശനിക്കാലം അനുഭവിക്കുന്നവരുടെ കാര്യമാണ്. അതായത് ശനി ചന്ദ്രാൽ 4, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നവർ. ആ സമയത്താണ് കണ്ടകശനിക്കാലം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ആൾക്കാർ പറയും പോലെ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്നതൊക്കെ ശരിയല്ല. കൊല്ലാതെ കൊല്ലും എന്നുള്ളതാണ് കണ്ടകശനിക്കാലം. അപ്പോൾ ചന്ദ്രാൽ 4, 7, 10 ഈ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന 2.5 വർഷം ജാതകത്തിൽ ശനി അനുകൂല സ്ഥാനത്താണെങ്കിൽ മധ്യമാവസ്ഥയായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ. അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ കണ്ടകശനിക്കാലം അനുഭവിക്കുന്നവർ 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ധനുക്കൂറുകാരാണ്. 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കന്നിക്കൂറുകാർക്ക്, പിന്നെ 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന മിഥുനക്കൂറുകാർ. അപ്പോൾ ഈ 3 കൂറുകാർക്കാണ് കണ്ടകശനിക്കാലം മാർച്ച് 29 മുതൽ അനുഭവിക്കുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിൽ അനുഭവിക്കുന്ന ധനുക്കൂറുകാരുടെ കാര്യമാണ്. ധനുക്കൂറ് എന്ന് പറഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ്. ഇവർക്ക് ബുദ്ധിശക്തി അതൊക്കെ കൂടാവുന്ന സമയമാണ്. 4 ശനി സഞ്ചരിക്കുമ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങളിലൊക്കെ ഗുണമുള്ള സമയമാണ്. ധനപരമായിട്ട് മേന്മയൊക്കെ ഉണ്ടാവും. എങ്കിലും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. പങ്കാളിയുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളും കലഹപ്രവണതകളും അതുമൂലം മാറി നിൽക്കലും, ഇതുമൂലമൊക്കെ ബന്ധുക്കളുടെ ശത്രുതയും ഒക്കെ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് 4 ശനി സഞ്ചരിക്കുമ്പോൾ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ധനുക്കൂറുകാർ. മാതാപിതാക്കൾക്കും അത്ര അനുകൂലമാകില്ല. എങ്കിലും വിദേശവാസ യോഗമൊക്കെ ഉള്ള സമയമാണ്. വിദേശപരമായിട്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഗുണമുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളെ കരുതിയിരിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലിങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടാനും 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ തോന്നിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടാതിരിക്കുക. പിന്നെ വരുന്ന 2.5 വർഷം നീചരാശിയിലേക്കാണ്, മേടം രാശിയിലേക്ക് ശനി 2.5 വർഷം കഴിയുമ്പോൾ മാറുമ്പോൾ അതും ഇപ്പം ഉണ്ടാവുന്ന ഈ സംഭവത്തിനൊക്കെ അത്ര അനുകൂലമാകില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാതെ ശ്രദ്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി അടുത്തത് കന്നിക്കൂറുകാരുടെ കാര്യം. അവർക്ക് 7-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുക മാർച്ച് 29 രാത്രി മുതൽ. കന്നിക്കൂറ് എന്ന് പറഞ്ഞാൽ ഉത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ്. ഇവർക്ക് വിദേശവാസ യോഗം, വിദേശപരമായിട്ട് ധനപരമായിട്ടൊക്കെ ഗുണം, ഉറ്റവരെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക. എങ്കിലും കാര്യസാധ്യത്തിന് കാലതാമസങ്ങൾ ഉണ്ടാകാം, ധനനഷ്ടങ്ങൾ വരാം. ഇതൊക്കെ കരുതിയിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത മിഥ്യാപവാദങ്ങൾ കേൾക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. പിന്നെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ, അതുമൂലം മനോക്ലേശങ്ങളൊക്കെ 7 ശനി സഞ്ചരിക്കുമ്പോൾ വരാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും മറ്റുള്ളവരുടെ ഇടയിലെ ഒരു മാന്യതയും ധനപരമായ ഗുണങ്ങളുമൊക്കെ കിട്ടാവുന്ന സമയം കൂടിയാണ് 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ. അതും വ്യാഴക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവാം. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന്
ശ്രദ്ധിച്ചാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടരുത്. മറ്റുള്ളവരുടെ മിഥ്യാപവാദങ്ങൾ കേൾക്കാൻ പറ്റുന്ന സമയമാണ് 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ. പിന്നെ നിവർത്തി സ്ഥാനത്തെ ശനിയാണ്. അപ്പോൾ കാര്യസാധ്യത്തിന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയാൽ അവിടെയൊക്കെ ചില കാലതാമസങ്ങളോ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ആളുകളോ ഒക്കെ വരാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി അടുത്ത മിഥുനക്കൂറുകാർ കാര്യം. മിഥുനക്കൂർ എന്ന് പറഞ്ഞാൽ മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 3/4 ഭാഗമാണ്. അപ്പോൾ അവർക്ക് ഇവരുടെ മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമാകില്ല. തൊഴിലിൽ ഉന്നത സ്ഥാനത്തിനൊക്കെ യോഗമുണ്ടെങ്കിലും അഷ്ടമാധിപനാണ് 10-ൽ സഞ്ചരിക്കുന്നത് ചന്ദ്രൻ. അപ്പോൾ കർമ്മ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. ശാരീരിക അരിഷ്ടതകൾ മൂലമോ മറ്റെന്തെല്ലാം കാര്യങ്ങളൊക്കെ മൂലമോ ഒക്കെ കർമ്മരംഗത്ത് ചില ദുരിതാനുഭവങ്ങൾ 10-ൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. പ്രത്യേകിച്ച് അഷ്ടമാധിപനായ ശനി കൂടി 10-ൽ സഞ്ചരിക്കുമ്പോൾ കർമ്മവിഘ്നങ്ങൾ, അതേ തുടർന്നുള്ള ദുരിതാനുഭവങ്ങൾ, കഷ്ടാനുഭവങ്ങൾ, കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകാതിരിക്കുക. ജാതകത്തിൽ ശനി അനുകൂലം അല്ലെങ്കിൽ ഇതൊക്കെ തീർച്ചയായിട്ടും അനുഭവിക്കും. ശാരീരിക ക്ലേശങ്ങളൊക്കെ കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരാം. ചില തടസ്സങ്ങൾ ഉണ്ടാക്കാം. മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമാകില്ല. ഇതൊക്കെ ശനി 10-ൽ സഞ്ചരിക്കുമ്പോൾ വരാവുന്ന കാര്യങ്ങളാണ്. ഈ ശനിഗ്രഹം അടുത്ത 2.5 വർഷം മാർച്ച് 29 രാത്രി മുതൽ 2.5 വർഷക്കാലമാണ് മീനം രാശിയിൽ സഞ്ചരിക്കുക. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള ഗ്രഹങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കും. അപ്പോൾ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. ശനിയുടെ ഈ പ്രതികൂലാവസ്ഥ ഉണ്ടാകുമെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്താണ് സഞ്ചരിക്കുന്നതെങ്കിൽ മധ്യമാവസ്ഥയൊക്കെ ആയിരിക്കും. ശനിഗ്രഹം മാത്രമല്ല സ്വാധീനിക്കുക. എന്നാലും ഈ വക കാര്യങ്ങളൊക്കെ 4, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ശനി ജാതകത്തിൽ അല്ലാത്തവർക്കൊക്കെ വരാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആത്മീയപരമായ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളിലും തീർത്ഥാടന കാര്യങ്ങളിലും ഒക്കെ പൊതുവെ എല്ലാവർക്കും ഒരു താല്പര്യം തോന്നാവുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ദോഷം പറയുന്ന ആളുകളൊക്കെ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. നാമജപം നടത്തുക. സ്വയം ചെയ്യുന്ന നാമജപത്തിന് കലിയുഗത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിനുശേഷമാണ് മറ്റെല്ലാ കാര്യങ്ങളും വരിക. അപ്പോൾ നാമം ജപിക്കുക. പിന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കഴിഞ്ഞ പോസ്റ്റിൽ ഞാൻ കണ്ടു, അതിൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടു, നെഗറ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നതെന്ന്. താല്പര്യമുള്ളവർ ശ്രദ്ധിച്ചാൽ മതി, താല്പര്യമില്ലാത്തവരൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കേൾക്കാനും ആവശ്യമില്ലാത്തത് കേൾക്കാതിരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഈ നിമിഷം വരെ നമുക്കുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കേൾക്കുക, താല്പര്യമില്ലാത്തവർ വേണ്ടാന്ന് വയ്ക്കുക. താല്പര്യമുള്ളവർ ഇത് ദോഷമാണെന്ന് അറിയുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അപ്പോൾ അങ്ങനെ അതുമൂലം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പങ്കാളി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ സമയദോഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് പുറകിലേക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മാറി നിന്നാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ട സമയമാണ് കണ്ടകശനി അനുഭവിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൂടുതൽ ചെലുത്തുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്തേ.